അതന്നെ 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 ഇവരാണ് ഞാൻ കൂടെ നിൽക്കും. എന്റെ കുഞ്ഞിന് പോരെ അടുത്ത് നിൽക്കാം അടുത്ത് നിൽക്കാം അടുത്ത് നിൽക്കാം. ആ തോളി കയ്യിലൊന്ന് പിടിച്ചത്, തോളി കൈ ഒന്ന് പിടിച്ചത്. സ്മൈൽ ചെയ്യും, സ്മൈൽ ചെയ്ത്. താങ്ക് യു. പോത്തനെ കൂടെ നിർത്തിയിരുന്ന ഈ ഫോട്ടോ എത്ര ഫഷ്ടായിരുന്നു. ഇനി എടുക്കുമ്പോ പോത്തനെയും കൂടെ നിർത്താൻ കേട്ടാ. നോക്കിക്കോ, പോത്തന്റെ കല്യാണത്തിന് ഫോട്ടം പിടിക്കുമ്പോ മാത്യുച്ചിന് സോപ്പിയാമി നിർത്തൂലല്ലോ. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, നിന്നെ ഈ പെണ്ണിനെയും കൂടെ നിർത്തി നമുക്കൊരു ഫോട്ടോ എടുക്കാം. അയ്യേ, പോത്തനും സണ്ണിക്കുഞ്ഞിന്റെ പെമ്മളെയും കൂടെ ഫോട്ടോ എടുക്കേ. എന്റെ മോൻ ഇനി പോന്നേ നീ വാടോ. നിന്നോട് ഇവിടെ കിടക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇന്നും ഒരു വെളിയിൽ എവിടെയെങ്കിലും കിടന്നാ മതി. പോത്തം കൂടെ ഇവിടെ കിടക്കട്ടെ സോഫി? വേണ്ട, ഇവിടെ കിടക്കണ്ട. വാടാ. എന്താണ്, നാണോണ? ഇങ്ങനെ നിന്നാല് കാല് കഴിക്കൂലേ? വാ, കട്ടിലിൽ പോയിരി. ചിന്നമ്മ എന്നല്ലേ പേര്? പാട്ടുപാടാൻ അറിയാമോ? എന്നിട്ട് അപ്പം പറഞ്ഞല്ല പാട്ടുപാടാൻ അറിയാമെന്ന്. ചിരിക്കുമ്പോ കാണാൻ നല്ല ശേല്. എന്താടാ, എന്താണെന്ന്? സോഫിയമ്മ പോത്തച്ഛനെ തണ്ണിച്ചന്റെ മുറിയിൽ നിന്ന് പുറത്താക്കി. നീ ഇന്നു മുതൽ ഇവിടെ കിടന്നു, എനിക്കും കൂട്ടിയൊരാള് വേണം. പോത്തച്ഛൻ തണ്ണിച്ചന്റെ കൂടെ കിടന്നാല് ഉറക്കം വരും. അങ്ങനെ ഉറക്കം വരണ്ട നിനക്ക്. ഇവിടെ എങ്ങാനും കിടന്നോ? ഞാൻ കിടക്കത്തില്ല. എന്നാ അവിടെ ഇരുന്നോ, ഉറക്കം വരും. സോഫിയും മാത്യുവും പറയുന്നു എനിക്ക് ഭ്രാന്താണെന്ന്. നേരാണോ ചിന്നമ്മേ? എനിക്ക് ഭ്രാന്താണോ? എനിക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് മാത്യു എന്നെ ചങ്ങലക്കിട്ട് പാടുകണ്ടോ? കരയാന്നോ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ കരയാൻ. പോത്തനാ നല്ലത്, പോത്തൻ കരയില്ല. ഞാൻ പോത്തിന്റെ അടുത്തേക്ക് പോവുക. പിന്നെന്തിനാ കരഞ്ഞത്? ഞാനാ പറഞ്ഞത് കരയാതിരിക്കാൻ. കരച്ചിൽ നിർത്തൂല അല്ലേ? നിന്റെ ഒരു കരച്ചില്. ചിന്നമ്മേ, തിന്നു ചിന്നമ്മേ. മോനെ സണ്ണി. അപ്പാ, എന്താണപ്പാ? ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. മോൻ പോയി കിടന്ന് ഉറങ്ങിക്കാം. ചെല്ല്. ചിന്നമ്മേ, മോൾ ഒന്നിങ്ങോട്ട് വന്നേ. നിന്റെ ഒരു കരച്ചില്. ചിന്നമ്മേ, തിന്നു ചിന്നമ്മേ. മോനെ സണ്ണി. അപ്പാ, എന്താണപ്പാ? ഒന്നുമില്ല മോനെ, ഒന്നുമില്ല. മോൻ പോയി കിടന്ന് ഉറങ്ങിക്കാം. ചെല്ല്.
ചിന്നമ്മേ, മോൾ ഒന്നിങ്ങോട്ട് വന്നേ. എന്താ നീ എന്നോട് ക്ഷമിക്കണം മോളെ. മക്കൾക്ക് മാപ്പ് തരാൻ പറ്റാത്ത ഒരു തെറ്റാണ് അപ്പൻ ചെയ്തത്. അവൻ ജന്മനാ കിറുക്കനല്ല മോളെ. കുറച്ചു കാലമേ ആയുള്ളൂ അവന് സുഖക്കേട് തുടങ്ങിയിട്ട്. ഞാൻ പറയാം മോളെ, സാവിത്രി എന്നൊരു പെൺകുട്ടി ഇതിനടുത്തുണ്ടായിരുന്നു. സണ്ണിയും അവളും ഒന്നിച്ചാണ് കളിച്ചതും പഠിച്ചതും വളർന്നതും ഒക്കെ. അവൻ അവളെ എങ്ങനെ കരുതിയിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ അവളുടെ ജീവനായിരുന്നു സണ്ണി. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ മനസ്സിൽ ഒരാളെയും അത് സണ്ണിയാണ്. ഇനി മറ്റൊരാൾക്ക് അവിടെ സ്ഥാനമില്ല. എന്തൊക്കെയാണ് ഈ പറയുന്നത് സാവിത്രി? ഭ്രാന്ത് പറയുന്നു. അങ്ങാണിപ്പോൾ ഭ്രാന്ത് പറയുന്നത്. ഈ മാറ്റത്തിന് വേണ്ടിയല്ല നാം സ്നേഹിച്ചത്. ഞാൻ നിന്നെ എന്റെ അനിയത്തിയായിട്ടാണ് കരുതിയത്. ഞാൻ അങ്ങേ എന്റെ ആങ്ങളെയായിട്ടല്ല കരുതി. ഇതൊക്കെ അപ്പൻ അറിഞ്ഞാൽ എന്ത് വിചാരിക്കും? നിന്റെ അമ്മ എന്നെ പറ്റി എന്ത് കരുതും? ചേ, സാവിത്രി! ഇങ്ങനെയാണോ മക്കളെ വളർത്തുക? ഇങ്ങനെയാണോ മക്കളെ വളർത്തുക? നിങ്ങൾക്കൊക്കെ ചിന്തിക്കാൻ പറ്റിയ കാര്യമാണ്. ഇവിടെ കാരണം ഒരു കുടുംബം നശിച്ച പുരാതന കുടുംബം. ഞാൻ അധികമൊന്നും പറയണില്ല. മാനവും മര്യാദയായിട്ട് അടങ്ങി ഒതുങ്ങി കഴിയാണെങ്കിൽ നന്ന്. അല്ല, വേണ്ടാത്ത വഴി കൂടെ പോണമെങ്കിൽ അച്ഛന്മാർക്ക് അറിയാൻ വേണ്ടാത്ത വഴി. ഞാൻ ഒന്നും പറയണ്ട. നിന്നെ ഞാൻ കൊന്നു കുഴിച്ചു. കുടുംബത്തിന് മാനക്കേട് വരുത്താൻ പറഞ്ഞ മൂതേരി. എടി, നീ അവരുടെ വിലയും നിലയുമെങ്കിലും ഓർത്തോടി. കാരണം ആരും ആർക്കു വേണ്ടിയും വേദനിക്കണ്ട. ഞാൻ മൂലം ആരുടെ ജീവിതത്തിലും ഒരു പോറൽ പോലും വീഴില്ല. സാവിത്രി! അതിൽ നിന്നുണ്ടായതാണ് സണ്ണിക്ക് ഈ സുഖക്കേട്. അവനെ സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കാനും പരിചരിക്കാനും ഒരാൾ അടുത്തുണ്ടെങ്കിൽ എത്രയും വേഗം ഈ സുഖക്കേട് ഭേദമാകുമെന്നാണ് ഡാക്ടർമാരുടെ അഭിപ്രായം. പിച്ച വെച്ച് നടക്കുന്ന ഒരു കൊച്ചു കുട്ടിയെ കാവൽ മാലാഖയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് പോലെ എന്റെ മോനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്ന പോലെ നിന്നോട് ചെയ്ത തെറ്റിന് അപ്പന് നീ മാപ്പ് തരണം. അപ്പൻ ഇങ്ങനെയൊന്നും പറയല്ലേ. അദ്ദേഹത്തിന്റെ അസുഖം മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുമപ്പ. ഈശോ എനിക്ക് അതിന് ശക്തി തരും. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും മോളെ, അനുഗ്രഹിക്കും.